ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസാസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അരി അരയ്ക്കുക അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് മൈദയും എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പുട്ടുപൊടിയൊന്നും എടുക്കരുത്, നമ്മൾ സാധാ പച്ചരി പൊടിച്ച പൊടി എടുക്കുക, ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നല്ല ജീരകം അതുപോലെ ഏലക്ക കൂടി എടുത്ത് കുറച്ച് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുക്കുക ഒന്ന് ജസ്റ്റ് ഒരു പാനിലിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ 2.5 കപ്പ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടാവും വെള്ളത്തിൻ്റെ അളവ് ആവശ്യമായിട്ട് വരിക. അതായത് ഇപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പൊടിയുടെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അളവ് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഓരോ അരിയും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പൊടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിതുപോലെ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കാൻ പാടില്ല, നല്ല ലൂസായിട്ടിരിക്കാനും പാടില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാവുന്നതാണ്. നെയ്യിൽ വറുത്തിടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനതൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി ചട്ടി വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ്. അല്ലാതെ കുറച്ച് നേരം കൂടി നമ്മൾ അതിൽ വെക്കുമ്പോൾ അത് ഒന്നുകൂടി മുരിഞ്ഞ് ഒരു ഹാർഡായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.